ഒരു വലിയ ദിവ്യ അനുഭൂതിയാണ് നവാമുകുന്ദ ക്ഷേത്രത്തിന് സമീപമുള്ള നിള ആരതി കണ്ടതിന് ശേഷം എനിക്ക് അനുഭവപ്പെട്ടത്. 1,00,000 ചില ആളുകൾ പറയുന്നു, ചില ആളുകൾ 2,00,000 പറയുന്നു. എന്തായാലും നിൽക്കാൻ സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ, പൂഴിയിടാൻ സ്ഥലമില്ല എന്ന് പറയുന്നത് പോലെ പൂഴിയിടാൻ സ്ഥലമില്ലാത്ത രീതിയിൽ ആബാലവൃദ്ധം ജനങ്ങൾ, ഏറ്റവും കൂടുതൽ സന്തോഷകരമായത് യുവാക്കൾ, യുവതികൾ, അവരൊന്നടങ്കം നിള ആരതിയുടെ മുമ്പിൽ ഭക്തിസാന്ദ്രമായിട്ട് അങ്ങനെ ശിവനെ ധ്യാനിച്ചുകൊണ്ട്, ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുകയുണ്ടായി. കേരളം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ലഹരി വല്ലാതെ അടിമപ്പെട്ട് നിൽക്കുന്ന, ലഹരിയിൽ അടിമപ്പെട്ട് നിൽക്കുന്ന കേരളം. ആ കേരളത്തിൽ ഹിന്ദു ശക്തിയെ, ഹിന്ദു തത്വശാസ്ത്രത്തെ, ഹിന്ദു ഭക്തിയെ, ഹിന്ദു മതത്തെ എല്ലാം തകർക്കാൻ എല്ലാ അർത്ഥതലങ്ങളിലും ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരു ഭാഗത്ത് നിരീശ്വരവാദം, മറുഭാഗത്ത് ഭൗതികവാദം, വേറൊരു ഭാഗത്ത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ജനം ചാനൽ ഒഴിച്ച് മറ്റൊരു ചാനലിനെയും ഞാൻ അവിടെ കണ്ടില്ല. അതുകൊണ്ട് നവാമുകുന്ദ ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്ന, അല്ലെങ്കിൽ ആ ഭാരതപ്പുഴയിൽ നടക്കുന്ന ഈ ബ്രഹ്മാവിൻ്റെ ആ പുണ്യപാദസ്പർശം കൊണ്ട് എല്ലാ അർത്ഥതലങ്ങളിലും പുണ്യമായിട്ടുള്ള ആ നിളയുടെ തീരത്ത്, ഈ നവാമുകുന്ദൻ്റെ തീരത്ത് നടക്കുന്ന ഈ മഹത്തായ ഈ ആരതി, നിള ആരതി, കുംഭമേളയുടെ ദക്ഷിണ പർവ്വത്തിലെ കുംഭമേളയുടെ നിള ആരതി പൊതുസമൂഹത്തെ, കേരളത്തിലെ പൊതുസമൂഹത്തെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ജനം ചാനലിന് ഞാൻ എൻ്റെ അഭിനന്ദനങ്ങൾ, എൻ്റെ ഹൃദയപൂർവ്വമുള്ള അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്.